നമസ്കാരം. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. ആവശ്യത്തിന് ആളുകൾ ഇല്ലാത്തത്, ഡ്യൂട്ടിക്ക് സമയത്ത് ഹാജരാകാൻ ആരോഗ്യം അനുവദിക്കാത്തത്, അതുപോലെ തന്നെ പോലീസ് സേനയിൽ നിന്ന് നിരവധി പേരാണ് VRSനും മറ്റും അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ PSC അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടിയാലും ജോയിൻ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. പോലീസിൽ ആവശ്യത്തിന് ആളില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ മേലുദ്യോഗസ്ഥരുടെ കടുത്ത സമ്മർദ്ദവും മാനസിക പീഡനവും ഒക്കെ തന്നെ പല പോലീസുകാരും അനുഭവിക്കേണ്ടി വരുന്ന വാർത്തകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ദിവസം ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് അദ്ദേഹത്തെ അതിക്രൂരമായി മാനസികമായി കോട്ടയം DYSP പീഡിപ്പിച്ചു എന്നുള്ള അഭിപ്രായം അദ്ദേഹം വെളിപ്പെടുത്തിയത്. പോലീസുകാർ നേരിടുന്ന പ്രശ്നങ്ങളെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളമുണ്ടായി. ഇന്ന് ഉറക്കവും ആഹാരവും സമയത്ത് കിട്ടാത്ത നരക ജീവിതമാണ് പോലീസ് നയിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത്. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റികളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ജീവനൊടുക്കിയ ജോബിദാസ് എന്ന പോലീസുകാരൻ്റെ ആത്മഹത്യാക്കുറിപ്പ് PC വിഷ്ണുനാഥ് സഭയിൽ വായിച്ചു. 24 മണിക്കൂർ ഡ്യൂട്ടിക്കിടെ പോലീസുകാർ യോഗ ചെയ്യുന്നതെങ്ങനെ എന്നും പ്രതിപക്ഷം പരിഹാസത്തോടെ ചോദിച്ചു. പോലീസ് സേനയിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ഉണ്ടാകരുത്. ജോലി സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ലെന്നും 8 മണിക്കൂർ ജോലി സമയം എന്നത് വേഗത്തിൽ നടപ്പിലാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സേനാംഗങ്ങൾക്കിടയിലെ ആത്മഹത്യയ്ക്കുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പോലീസുകാരുടെ സമ്മർദ്ദം ക്രമസമാധാനത്തെ ബാധിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ പോലീസുകാർ സമ്മർദ്ദത്തിന് അടിപ്പെടുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ തന്നെയാണ് ബാധിക്കുന്നത്. പലപ്പോഴും കൃത്യമായി ഡ്യൂട്ടിക്കെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ തന്നെ വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു വിഷയത്തിൽ വളരെ തണുപ്പൻ മട്ടിൽ ഇടപെടാൻ പോലീസുകാർ നിർബന്ധിതരാകും. കാരണം മനസ്സ് ശരിയായ രീതിയിൽ നിന്നില്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ, അത് എന്ത് ജോലിയായാലും ആർക്കും അത്ര എളുപ്പം സാധിക്കില്ല. അങ്ങനെ പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിലും എന്നുമുണ്ട്. ഏറ്റവും പ്രധാനം 12 മണിക്കൂർ ഡ്യൂട്ടി എന്നത് ചിലപ്പോൾ 24 മണിക്കൂറോ 48 മണിക്കൂറോ വരെ ആകാം. അത്തരത്തിൽ വിശ്രമമില്ലാതെ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പോലീസുകാരെയൊക്കെ പലപ്പോഴും ബാധിക്കാറുണ്ട്. സർക്കാർ എന്ത് നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന ശക്തമായ ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിന് പെട്ടെന്നൊന്നും പരിഹാരം കാണാൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പെട്ടെന്ന് പരിഹാരം കാണേണ്ട, പക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും കാണാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും തയ്യാറാകണം എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. നിയമസഭയിലടക്കം ഈ പോലീസുകാരുടെ പ്രശ്നങ്ങൾ ചർച്ചയായ സ്ഥിതിക്ക് അടിയന്തരമായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് താൽക്കാലിക പരിഹാരമെങ്കിലും ഇടക്കാല പരിഹാരമെങ്കിലും കാണാൻ ശ്രമിക്കണം എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ പോലീസുകാരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആത്മഹത്യകൾ കൂടുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗങ്ങളിൽ പോലീസുകാർ പെട്ടുപോകുന്നു. കുടുംബവുമായി ഇടപഴകാൻ സാധിക്കാത്തതുകൊണ്ടുള്ള മാനസിക സംഘർഷങ്ങൾ, ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഒപ്പം മേലുദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭീഷണിയും സമ്മർദ്ദവും. ഒരു പോലീസുകാരനാവുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അല്ലെങ്കിൽ അസാധ്യ ധൈര്യമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണോ പോലീസിലെ പണി എന്നാണ് ഇവിടെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.